ഹലോ, ഐ എം ഡോക്ടർ അച്ചു ജെറാഡ്. നമ്മുടെ പല്ലുകളെ മോശമായി ബാധിക്കുന്ന 5 ഹാബിറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ, ഹാർഷ് ബ്രഷിംഗ്. നമ്മളിൽ പലരും പല്ലുകൾ നന്നായി വൃത്തിയാകട്ടെ അല്ലെങ്കിൽ വെളുക്കട്ടെ എന്നൊക്കെ ഓർത്ത് വളരെ ശക്തമായി പല്ല് തേക്കാറുണ്ട് അല്ലേ? എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ പല്ലുകൾക്ക് കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ക്യാൻ ലീഡ് ടു സിവിയർ യെല്ലോയിങ് ഓഫ് ടീത്ത് ആസ് വെൽ ആസ് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ്. ദ സെക്കൻഡ് വൺ, യൂസിങ് അവർ ടീത്ത് ആസ് എ ടൂൾ. ഇത് നമ്മുടെ മലയാളികളിൽ പ്രത്യേകിച്ച് വളരെ കോമൺ ആയി കാണുന്ന ഒരു ഹാബിറ്റാണ്. അതായത് നമ്മുടെ പല്ലുകളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നത്. പാക്കറ്റുകൾ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ മാലയുടെ കൊളുത്തകത്താൻ, അല്ലെങ്കിൽ ബോട്ടിലുള്ള ക്യാപ്പ് തുറക്കാൻ എന്നിങ്ങനെ. ഇപ്രകാരം നമ്മൾ പല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ പല്ലുകൾ ചിപ്പാകുവാനും പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഹാബിറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. That is too much consumption of sugary foods and drinks. This can lead to cavities and numerous other dental problems. And now the fourth habit, that is teeth grinding, which is otherwise called as bruxism. ഇത് യങ്സ്റ്റേഴ്സിൽ വളരെ കോമൺ ആയി ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് രാത്രിയിൽ പല്ല് കടിക്കുന്ന സ്വഭാവമുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ റീസൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കോമൺ റീസൺസ് ആയിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഓവർ ടു ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്, നെഗ്ലെക്ഷൻ ഓഫ് റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ്. നമുക്കൊരു പല്ലുവേദന വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോഴോ ആണ് നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്നത് അല്ലേ? എങ്കിൽ അതങ്ങനെയല്ല വേണ്ടത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും നമ്മൾ ഡെൻ്റൽ ചെക്കപ്പ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അത് ഏർലി ആയിട്ട് പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്യാനും അത് ഫിക്സ് ചെയ്യാനും സഹായിക്കുന്നു. ആൻഡ് ദിസ് വിൽ സോൾവ് 90% ഓഫ് യുവർ ടൂത്ത് പ്രോബ്ലംസ്.